Hello. Good evening, everybody. Good evening, everybody. നമ്മൾ എന്താണ് LDCയുടെ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? LDC ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ LDCയിൽ നമുക്ക് അറിയാം SCERT ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ SCERTയിൽ വരുന്ന പാഠങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പോ SCERTയിൽ നിന്നാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത് അല്ലെ? കളക്ട് ചെയ്ത് PSC ഇടുന്നത്, PSC ഇടുന്നത് SCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ്. SCERT ചാപ്റ്റർ ഓരോ ടോപ്പിക് നമ്മൾ ടോപ്പിക് വൈസ് അവര് സിലബസിൽ പറയുന്നുണ്ടെങ്കിലും SCERTയിൽ നിന്നാണ് ആ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും വരുന്നത്. ഓക്കെ, SCERTയിൽ നിന്നാണ് ആ ടോപ്പിക്കിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ SCERT നോക്കണം. കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോ SCERTയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ് ഈ ഒരു പ്രാവശ്യം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതും അതേപോലെ നമ്മുടെ സോഷ്യൽ സയൻസിലെ അതില് ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും രണ്ടും കൂടി ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച രണ്ട് സ്ഥലങ്ങൾ അല്ലെ? മധ്യശിലായുഗത്തെ നമ്മൾ ശിലായുഗം ഇവിടെ നവീന ശിലായുഗം, അങ്ങനെ താമ്രശിലായുഗം, അങ്ങനെ കുറച്ച് നവീന ശിലായുഗം, താമ്രശിലായുഗം എന്നുള്ള കുറച്ച് ശിലായുഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതില് മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാ ചോദിക്കുന്നത്. ഒന്നെന്താണ്? ബാഘർ എന്നുള്ള സ്ഥലമാണ്. ഒന്നെന്താണ്? ബാഘർ എന്നുള്ള സ്ഥലമാണ്. മറ്റേത് ആദംഗഡ് ആണ്. ബാഘർ ആൻഡ് ആദംഗഡ്. അപ്പോ ഈ സ്ഥലങ്ങൾ പണ്ട് കാലത്തെ പേരുകളാണ്. ഇന്ന് ആ സ്ഥലങ്ങൾ എവിടെയാണ്, ഏത് സംസ്ഥാനങ്ങളിലാണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാറുണ്ട്. തിരിച്ചും മറിച്ചും ഒക്കെ PSC ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച രണ്ട് സ്ഥലങ്ങൾ ഇമ്പോർട്ടന്റ് ബാഘർ ആൻഡ് ആദംഗഡ് ആണ്. ബാഘർ ഇന്നത്തെ രാജസ്ഥാനിലാണ് ഉള്ളത്. രാജസ്ഥാൻ എന്നുള്ള സംസ്ഥാനത്തിലാണ് ബാഘർ എന്ന സ്ഥലം ഉള്ളത്. അതേപോലെ ആദംഗഡ് മധ്യപ്രദേശിലാണ് ആദംഗഡ് ഉള്ളത്. ഓക്കെ, മധ്യപ്രദേശിലാണ് ആദംഗഡ് ഉള്ളത്. അപ്പൊ മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ബാഘർ, രാജസ്ഥാനിലെ ബാഘർ, അതേപോലെ ആദംഗഡ് മധ്യപ്രദേശാണ്. ഇപ്പോഴത്തെ മധ്യപ്രദേശിലുള്ള സ്ഥലമാണ് ആദംഗഡ് എന്നത്. ഇനി രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളാണ് SCERTയിൽ പറഞ്ഞിട്ടുള്ള രണ്ട്, സോഷ്യൽ സയൻസ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, അതേപോലെ തന്നെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ. രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്, പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. ഇതിന്റെ ഓഥർ ആരാന്ന് വെച്ചാൽ ആരുടെയാണ് ഈ ഗ്രന്ഥങ്ങൾ എന്ന് ചോദിച്ചിട്ടുള്ളത്. അത് ആരാണ്? വി ഗോർഡൻ ചൈൽഡ് ആണ്. ആരാണ്? വി ഗോർഡൻ ചൈൽഡ്. അപ്പം വി ഗോർഡൻ ചൈൽഡ് ആരാണ്? ആസ്ട്രേലിയയിൽ ജനിച്ചിട്ടുള്ള പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിട്ടുള്ള ഒരാളാണ് വി ഗോർഡൻ ചൈൽഡ്. ഗോർഡൻ ചൈൽഡിന്റെ രണ്ട് പ്രധാന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നുള്ളതും ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള രണ്ട് പുസ്തകങ്ങൾ. ഓക്കെ, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞത്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ആ രണ്ട് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ് ആരാണ്? ആരാണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ വി ഗോർഡൻ ചൈൽഡ് ആണ്. ആസ്ട്രേലിയയിൽ ജനിച്ച പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമാണ്. ആരാണ്? ഓസ്ട്രേലിയയിൽ ജനിച്ചിട്ടുള്ള പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമാണ് നമ്മുടെ വി ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്നത്. ആരാണ്? വി ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്
നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഉത്തമ ഉദാഹരണമായ തടാക ഗ്രാമങ്ങൾ, ലേക്ക് വില്ലേജസ് കാണപ്പെടുന്ന രാജ്യം. ഇനി നവീന ശിലായുഗ മനുഷ്യരുടെ കാലമാണ്. നമ്മൾ നവീന ശിലായുഗത്തിൽ ഒരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തടാക ഗ്രാമങ്ങൾ അഥവാ ലേക്ക് വില്ലേജസ്. തടാക ഗ്രാമങ്ങൾ അഥവാ ലേക്ക് വില്ലേജസ് ഇത് കാണപ്പെടുന്നത് എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. അത് ഇന്നത് കാണപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ഈ ലേക്ക് വില്ലേജസ് അഥവാ തടാക ഗ്രാമങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, ലേക്ക് വില്ലേജസ് അഥവാ തടാക ഗ്രാമങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ് ലേക്ക് വില്ലേജസ് അഥവാ തടാക ഗ്രാമങ്ങൾ കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ്. ഇപ്പൊ 2 പോയിന്റ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് പറഞ്ഞു. മധ്യശിലായുഗത്തെ സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചത് ബാഗൂർ രാജസ്ഥാൻ, ആദംഗഡ് മധ്യപ്രദേശ്. അതേപോലെ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്ന ചരിത്രത്തിൽ എന്ത് സംഭവിച്ചെന്ന് 2 പ്രസിദ്ധ ഗ്രന്ഥങ്ങളായിട്ട് ബോധൻ ചൈൽഡ് ആണ്. നെക്സ്റ്റ് നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതി, ടെക്നോളജിയുടെ പുരോഗതിക്ക് ഉത്തമ ഉദാഹരണമായ തടാക ഗ്രാമങ്ങൾ അഥവാ ലേക്ക് വില്ലേജസ് കാണപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ഓക്കെ, ഇനി നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയ സ്ഥലം എന്താണ്? നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയ സ്ഥലമാണ് പലസ്തീനിലെ ജെറീക്കോ. ജെറീക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നവീന ശിലായുഗത്തിൽ നിർമ്മിച്ചിട്ടുള്ള കല്ലുകൾ കൊണ്ടുള്ള മതിലുകള്, വീടുകള്. നമ്മൾ കുറെ കാര്യങ്ങൾ പഴയ കാലത്തുള്ള വീടുകളുടെ പ്രത്യേകതയും അവരുടെ ആ ഒരു സാമൂഹ്യ രീതികളുടെ, വീടുകളുടെ എല്ലാ പ്രത്യേകതകളും നമ്മൾ ഓരോ ശിലായുഗങ്ങളിലും കാണും. അപ്പൊ നവീന ശിലായുഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട് കല്ലുകൾ കൊണ്ടുള്ള മതിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവര്. അതേപോലെ തന്നെ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടെത്തിയത് എവിടുന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പലസ്തീനിലെ ജെറീക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്താണ്? പലസ്തീനിലെ ജെറീക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയ സ്ഥലം. നെക്സ്റ്റ്, താമ്രശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച ചാതൽ ഹോക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ചാതൽ ഹോ എന്നുള്ളത് താമ്രശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച സ്ഥലമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ആണ് ഗോതമ്പ്, ബാർലി എന്നിവയൊക്കെ അവിടെ കൃഷി ചെയ്തിരുന്നു. ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ആണ് ഗോതമ്പ്, ബാർലി എന്നിവ കൃഷി ചെയ്തിരുന്നു. ഓക്കെ, ഗോതമ്പ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഗോതമ്പ്, ബാർലി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഗോതമ്പ്, ബാർലി എന്നിവയാണ് എവിടെ കൃഷി ചെയ്യുന്നത്? നമ്മുടെ എവിടെയാണ് കൃഷി ചെയ്യുന്നത്? പറയടോ. ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന സ്ഥലത്താണ്. ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന സ്ഥലത്താണ് എന്ത് കൃഷി ചെയ്യുന്നത്? നമ്മുടെ ഗോതമ്പ്, ബാർലി. എന്താണ് മെഹർഗഡിന്റെ പ്രത്യേകത? മെഹർഗഡിന്റെ പ്രത്യേകത എന്താണെടോ? എന്ന് പറഞ്ഞേ. മെഹർഗഡിന്റെ പ്രത്യേകത പറയൂ. മെഹർഗഡിന്റെ പ്രത്യേകത എന്താണ്? എന്തൊക്കെ നമ്മളോട് പറഞ്ഞത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രം. എന്താണ്? താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. ഇനി കേരളത്തിലെ തന്നെ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതാണ്? കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമാണ് എടക്കൽ ഗുഹ, വയനാട്. വയനാട്ട് കണ്ടെത്തിയിട്ടുള്ള എടക്കൽ ഗുഹ, വയനാട്. എന്താണ്? എടക്കൽ ഗുഹ, വയനാട്. ഓക്കെ, ഇനി പ്രാചീന ശിലായുഗത്തെ കുറിച്ച് തെളിവുകൾ ലഭിച്ച അൾട്ടാമിറ. അൾട്ടാമിറ എന്നുള്ളത് എവിടെയാണ് ഉള്ളത്? സ്പെയിനിലാണ് അൾട്ടാമിറ. ദെൻ നെക്സ്റ്റ്, 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു? എന്താ പറഞ്ഞത്? 1921 കേട്ടോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർമാരെ ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണേ. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു? ജോൺ മാർഷൽ ആയിരുന്നു. ആരായിരുന്നു? ജോൺ മാർഷൽ ആയിരുന്നു
നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ. അത് എന്നാണ് 1921 അപ്പൊ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ പറഞ്ഞു. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ പ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ്. ആരുടെയാണ്? ഗോർഡൻ ചൈൽഡ് പറഞ്ഞിട്ടുള്ള ഒരാളുടെയാണ്. ഓസ്ട്രേലിയയിൽ ജനിച്ച പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിട്ടുള്ള ഒരാളുടെയാണ് ഗോർഡൻ ചൈൽഡ്. നെക്സ്റ്റ്, ലേക്ക് വില്ലേജസ് കാണപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡിലാണെന്ന് പറഞ്ഞു. കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയ സ്ഥലം ജെറീക്കോ ആണ്. അതിപ്പോ പലസ്തീനിലെ ജെറീക്കോ ആണ്. ചാദൽ ഹോ എന്നാണ് എന്താ? താമ്രശിലായുഗത്തെ സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ച ചാദൽ ഹോ ഇപ്പൊ എവിടെയാണുള്ളത്? തുർക്കിയിലാണ്. അതേപോലെ താമ്രശിലായുഗ കേന്ദ്രം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന് പറഞ്ഞു. പിന്നെ കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം പറഞ്ഞു. അതേതാണ്? എടക്കൽ ഗുഹ, വയനാടാണ്. പ്രാചീന ശിലായുഗത്തെ തെളിവുകൾ ലഭിച്ച അൽ ഠാമിറ എവിടെയാണെന്നാ പറഞ്ഞത്? സ്പെയിനിലാണ്. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരാന്ന് വെച്ചാൽ ജോൺ മാർഷൽ ആണ്. ആരാണ്? ജോൺ മാർഷൽ. ഓക്കെ. ഇനി സിന്ധു നദീ സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമായിട്ട് നമ്മൾ കരുതപ്പെടുന്നത് ഹാരപ്പയാണ്. ഏതാണ്? ഹാരപ്പയാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് സംസ്കാരങ്ങൾ അല്ലെ, നമ്മൾ സംസ്ഥാനങ്ങളില് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായിട്ട് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏത് രാജ്യത്തിലാണ് പണ്ടത്തെ പേരാണ് നമ്മളിപ്പോ നോക്കുന്നത്. അതിലതിപ്പോ ഏത് രാജ്യത്താണ് ആ ഭാഗങ്ങൾ ഉള്ളതെന്നാ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, സിന്ധു നദീ കേന്ദ്രമായിട്ട് കുറച്ചധികം സ്ഥലങ്ങൾ നമ്മൾ ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഹാരപ്പ, മോഹൻജിദാരോ, സുത്കാജന്തോർ, അലങ്കിർപൂർ, ബനവാലി, കാലിബംഗൻ, ലോഥാൽ, ധോളവീര, റംഗ്പൂർ, ഷോട്ട്ഗായ്, ഇത്രയും സ്ഥലങ്ങൾ എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ സ്ഥലങ്ങളാണ്. ഓക്കെ. ഹാരപ്പ. ഇനി ഈ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ സംസ്കാരങ്ങള് ഏതൊക്കെയാണെന്നാണ് തോന്നുന്നത്? ആ സംസ്കാര കേന്ദ്രങ്ങൾ ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിലകൊള്ളുന്നത് നോക്കാം. ഹാരപ്പ പാകിസ്ഥാനിലാണ്. അതേപോലെ തന്നെ മോഹൻജിദാരോ പാകിസ്ഥാനിലാണ്. ഹാരപ്പയുടെ പ്രത്യേകത എന്താണ്? സിന്ധു നദീ സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഹാരപ്പയാണ്. ഹാരപ്പ ഇപ്പൊ ഉള്ളത് പാകിസ്ഥാനിലാണ്. മോഹൻജിദാരോ ഉള്ളതും പാകിസ്ഥാനിലാണ്. അതേപോലെ ഏതാണ്? അലങ്കീർപൂർ അല്ലെ? അലങ്കീർപൂർ എന്താണ്? എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അലങ്കീർപൂർ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഓക്കെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാനുള്ളത്? അലങ്കീർപൂർ എന്താണ്? അലങ്കീർപൂർ എന്താണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ് എന്തുള്ളത്? അലങ്കീർപൂർ ഉള്ളത് ഉത്തർപ്രദേശ്, ഇന്ത്യ. ദെൻ ബനവാലി ഉള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഓക്കെ. ഇന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയിലാണ് ബനവാലി ഉള്ളത്. എവിടെയാണ്? ഹരിയാനയിലാണ് ബനവാലി ഉള്ളത്. കാലിബംഗൻ ഉള്ളത് എന്താണ്? കാലിബംഗൻ ഉള്ളത് എവിടെയാണ്? കാലിബംഗൻ രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ രാജസ്ഥാനിലാണ് ഉള്ളത്. നെക്സ്റ്റ് ലോത്താളാണ്. ലോത്താൾ എവിടെയാണ്? ലോത്താള് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ 3 സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോഥാൾ, ധോളവീര, റാങ്പൂർ. എന്താണ്? ലോഥാൾ, ധോളവീര, റാങ്പൂർ. ഇത് 3ഉം ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ്. നെക്സ്റ്റ്, ഷോട്ടുഗായ് എന്താ? ഉസ്ബെക്കിസ്ഥാൻ. ഇതിൽ 4 സ്ഥലങ്ങളാണ് ഇന്ത്യയിലല്ലാത്തത്. 4 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലല്ലാത്തത്. 4 സ്ഥലങ്ങളാണ് ഇന്ത്യയിലല്ലാത്തത്. ഏതൊക്കെയാണ്? ഹാരപ്പ പാകിസ്ഥാനിലാണ്. മോഹൻജിദാരോ പാകിസ്ഥാനിലാണ്. ദെൻ സുത്കാജന്തോർ പാകിസ്ഥാനിലാണ്. അതേപോലെ ഷോട്ട് ഗായ് എന്നുള്ള സ്ഥലം ഉസ്ബെക്കിസ്ഥാനിലാണ്. ഷോട്ട് ഗായ് എന്നുള്ള സ്ഥലം എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇനി ഇന്ത്യയിലുള്ള
നമ്മുടെ സിന്ധു നദീ സംസ്കാര കേന്ദ്രങ്ങളാണ് അലങ്കീർപൂർ, ബനവാലി, കാലിബംഗൻ, ലോഥാൽ, ധോളവീര, റാങ്പൂർ. ഇതില് അലങ്കീർപൂർ ഉത്തർപ്രദേശില്, ബനവാലി ഹരിയാനയില്, രാജസ്ഥാനിലുള്ളത് കാലിബംഗനാണ്, ലോഥാൽ ഗുജറാത്തിലാണ്, ധോളവീര ഗുജറാത്തിലാണ്, ദെൻ നെക്സ്റ്റ് റാങ്പൂർ ഗുജറാത്തിലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ സിന്ധു നദി സംസ്കാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. അതിപ്പോ എവിടെയാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് സിന്ധു നദിയുടെ സംസ്കാര കാലത്ത് ഭരണ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ധാന്യപ്പുരകൾ. സിന്ധു നദീ സംസ്കാരത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ധാന്യപ്പുരകൾ. അവിടുത്തെ ധാന്യപ്പുരകൾ. ആ ധാന്യപ്പുരകൾ കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? ഹാരപ്പയിൽ നിന്നാണ്. ഹാരപ്പയിൽ നിന്നാണ് ഒട്ടുമിക്ക തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹാരപ്പയിൽ നിന്നാണ്. ഇനി ആ ഹാരപ്പയുടെ വേറൊരു പേരാണ് നമുക്ക് പറയുന്നത് മെലൂഹ എന്നറിയപ്പെടുന്നത്. മെലൂഹ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹാരപ്പയാണ്. മെലൂഹ എന്നറിയപ്പെടുന്നത് ഹാരപ്പയാണ്. സിന്ധു നദീ സംസ്കാരത്തിന് വേറൊരു പേര് നമുക്ക് പഠിക്കാനുണ്ട്. വെങ്കലയുഗ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരം എന്നാണ് പറയാ. വെങ്കലയുഗ സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദീ സംസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് വെങ്കലയുഗ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരം. നെക്സ്റ്റ് ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? സിന്ധു നദീ സംസ്കാരത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ധാന്യപ്പുരകളാണ്. ധാന്യപ്പുരകൾ കണ്ടെത്തിയിട്ടുള്ള ഹാരപ്പയിൽ നിന്നാണ്. ഹാരപ്പയുടെ ഒരു പ്രത്യേകം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. സിന്ധു നദി സംസ്കാരത്തിലെ ഏറ്റവും സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമായിട്ട് കരുതുന്നത് നമ്മൾ ഹാരപ്പയാണ്. ഈ ഹാരപ്പ കണ്ടെത്തിയത് ആരാന്നറിയോ നിങ്ങൾക്ക്? ദയാറാം സാഹ്നി. ആരാണ്? ദയാറാം സാഹ്നിയാണ് നമ്മുടെ ഹാരപ്പ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ മോഹൻജിദാരോ കണ്ടെത്തിയിട്ടുള്ളത് RD ബാനർജി ആണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. സ്ലൈഡിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുമ്പോൾ മിസ് അതൊക്കെ കളക്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ഈ സ്ലൈഡിൽ കാണാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ഇതിനോട് നമ്മൾ LDC ആണല്ലോ പഠിക്കുന്നതില്. ആ ടോപ്പിക് പഠിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിവ് നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുമോ ആ അറിവൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം, രേഖപ്പെടുത്തി വെക്കണം. കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ സിന്ധു നദി സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമായിട്ടുള്ള ഹാരപ്പ കണ്ടെത്തിയത് ആരെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ദയാറാം സാഹ്നി പറയാം. അതേപോലെ സിന്ധു നദി സംസ്കാരത്തിന്റെ മറ്റൊരു സ്ഥലമായ മോഹൻജിദാര കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാല് RD ബാനർജി ആന്ന് പറയാം. ഓക്കെ. ഇനി ഹാരപ്പയിൽ നമ്മൾ 2-3 ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിന്ധു നദി സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. ഈ ഹാരപ്പയിൽ നിന്നാണ് സിന്ധു നദി സംസ്കാരത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ധാന്യപ്പുരകൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഈ ഹാരപ്പ തന്നെയാണ് മെലൂഹ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹാരപ്പ തന്നെയാണ് മെലൂഹ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് സിന്ധു നദി സംസ്കാരത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് വെങ്കലയുഗ സംസ്കാരം എന്നാണ്. എന്താണ്? വെങ്കലയുഗ സംസ്കാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ. ഇനി നമ്മൾ കുറച്ച് ലിബിനെ കുറിച്ച് നോക്കാം. എന്നുവെച്ചാല് പ്രാചീന കാലത്ത് ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയിട്ടുള്ള എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ മീനിങ്. ഇത് എഴുതിയിരുന്നത് പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പറയുന്നത്? പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നറിയപ്പെടുന്നത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരുന്നത്. നെക്സ്റ്റ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ആരായിരുന്നു? ആരാണ് ആദ്യമായി വായിച്ചിരുന്നത്? ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷംപോലിയോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് വായിച്ചിട്ടുള്ളത്. നെയിൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു കല്ല്, ഒരു ശിലയിലാണ് ഈ ഒരു ഹൈറോഗ്ലിഫിക് ലിപി ഉണ്ടായിരുന്നത് കേട്ടോ. വലിയൊരു ശിലയിലാണ് നമ്മുടെ ഹൈറോഗ്ലിഫിക്സ് ലിപി ഉണ്ടായിട്ടുള്ളത്. എന്താണ്? ഹൈറോഗ്ലിഫിക് ലിപി കണ്ടിട്ടുണ്ടായത്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് പണ്ഡിതനായ ഷംപോലിയോ. നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു
ശിലയിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടെത്തിയിട്ടുള്ളത്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് കണ്ടെത്തിയത്, അത് വായിച്ചത് നമ്മുടെ ആരാണ്? ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംപോലിയോ ആണ്. ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംപോലിയോ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇതിലൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള, ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സിന്ധു നദി സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാരപ്പ, പാകിസ്ഥാൻ, മോഹൻജദാരോ അല്ലെ, പാകിസ്ഥാൻ. അതുപോലെ സുത്കാജന്ത് പാകിസ്ഥാൻ, ഇത് മൂന്നും പാകിസ്ഥാനിലാണ്. ഷോർഗായ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇനി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അലംഖീർപൂർ, ബനവാലി, കാലിബംഗൽ, ലോത്താൽ, ധോളവീര. ഓക്കെ, അതുപോലെ റാങ്പൂർ. ഇത്രയും സ്ഥലങ്ങൾ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? ഇന്ത്യയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞു ധാന്യപ്പുരകൾ അല്ലെ, സിന്ധു നദി സംസ്കാരത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ധാന്യപ്പുരകൾ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ ഹാരപ്പയിൽ നിന്നാണ്. മെലൂഹ എന്നറിയപ്പെടുന്നതും ഹാരപ്പയാണ്. സിന്ധു നദി സംസ്കാരത്തിന്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ പറയുന്നത് വെങ്കലയുഗ സംസ്കാരം എന്നാണ്. പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഇത് ആദ്യമായി വായിച്ചത് ഷംപോലിയോ ആണ്. എഴുതിയിട്ടുള്ളത് പാപ്പിറസ് സ്റ്റഡിയുടെ ഇലകളിലാണ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് കുറച്ചധികം പോയിന്റ്സ് നോക്കാനുണ്ട്. അതെന്താന്ന് നോക്കാം. ഓക്കെ, ഹവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷണ ഡയറക്കുറിപ്പിൽ പരാമർശിക്കുന്ന തൂത്തൻഖാമൻ ആരാണ്? എന്താണ് തൂത്തൻഖാമൻ ആരാണ്? അതാണ് ഹൊവാർഡ് കാർട്ടർ എന്നൊരു പുരാവസ്തു ഗവേഷകന്റെ ഡയറി കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള രാജാണ് തൂത്തൻഖാമൻ. ആരാണ്? അതാരാണ്? പുരാതന ഈജിപ്തിലെ രാജാവിനെയാണ് തൂത്തൻഖാമൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് ആരാണ്? ഹൊവാർഡ് കാർട്ടർ എന്നിട്ടുള്ള ഒരു പുരാവസ്തു ഗവേഷകനാണ്. ഹൊവാർഡ് കാർട്ടർ എന്നുള്ള ഒരു പുരാവസ്തു ഗവേഷകനാണ്. നെക്സ്റ്റ്, ഈജിപ്തിലെ രാജാക്കന്മാർ ഡേഷ് എന്നറിയപ്പെട്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫറവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്നാണ് അറിയപ്പെടുന്നത്. അതെ, മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും ഉള്ള പ്രതിമകൾ അറിയപ്പെടുന്നത് സ്ഫിങ്സ് ആണ്. എന്താണ്? സ്ഫിങ്സ് ആണ്. ഓക്കെ, സ്ഫിങ്സ് എന്താ പറയാ, മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? പിക്ചർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കുക. സ്ഫിങ്സ് അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യന്റെ തലയായിരിക്കും, പക്ഷെ ഉടലും മുഴുവൻ സിംഹത്തിന്റെ രൂപമായിരിക്കും. അങ്ങനെയുള്ള വലിയ വലിയ പ്രതിമകൾ അറിയപ്പെടുന്നത് സ്ഫിങ്സ് എന്നാണ്. ഓക്കെ, ഇനി പ്രാചീന മെസോപ്പൊട്ടാമിയയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ഉറുക് ഘോഷ് ഈ 3 സ്ഥലങ്ങളാണ് പ്രാചീന മെസോപ്പൊട്ടാമിയയിലെ പ്രധാന നഗരങ്ങളായിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രത്യേകതയാണ്, മെസോപ്പൊട്ടാമിയന്റെ പ്രത്യേകത തന്നെയാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് സിഗുറാത്തുകൾ? സിഗുറാത്തുകൾ അറിയപ്പെടുന്നത് എന്താണ്? പ്രാചീന മെസൊപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് അല്ലെ. ഇപ്പൊ നമുക്കുള്ള ആരാധനാലയങ്ങൾ നമ്മൾ അമ്പലം, പള്ളി അങ്ങനെയൊക്കെ പറയും അല്ലെ. അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, അങ്ങനെ പറയും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട മെസപ്പൊട്ടോമിയൻ നഗരങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഉറുക്ക് ഘോഷ് എന്ന് പറയാം. അതുപോലെ മെസപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സിഗുറാത്തുകൾ എന്ന പേരിലാണ് കേട്ടോ. മെസപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് സിഗുറാത്തുകളാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, പേനങ് സ്വർണ്ണഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്വർണ്ണഖനി? പേനങ് എന്ന് പറഞ്ഞ സ്വർണ്ണഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറെ സ്ഥിതി ചെയ്യുന്ന പട്ടണമായ വെസ്റ്റോണാറിയുടെ അടുത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പേനങ് സ്വർണ്ണഖനി. എന്താണ്? പേനങ് സ്വർണ്ണഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമായ വെസ്റ്റോണാറിയുടെ അടുത്താണ് ഈ പേനങ് സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കയിലാണ്. ഇനി നമുക്ക്
ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് എവിടെയാണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അറിയപ്പെടുന്ന താപം, ചൂട് എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക, അലുമിന. സിയാൽ എന്നാണ് അറിയപ്പെടുക. സിലിക്കൺ അല്ലെ, സിലിക്ക, അലുമിന. ഓക്കെ, അലൂമിനിയം. അതിന് നമ്മൾ സിലിക്ക, അലുമിന എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. സിയാൽ എന്നാണ് അത് അറിയപ്പെടുക. നെക്സ്റ്റ്, ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്തം. ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്തമാണ് സിലിക്കൺ സംയുക്തം അഥവാ ഖരാവസ്ഥയിലുള്ള ഒരു പാളിയാണ് ഉപരിമാൻഡിൽ എന്നറിയപ്പെടുന്നത്. ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന സിലിക്കൺ സംയുക്തം എന്താണ്? ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ സിലിക്കൺ സംയുക്തമാണ്. ഇനി അകക്കാമ്പ് നിർമ്മിതമായത് ഏതെല്ലാം ധാതുക്കൾ ഉപയോഗിച്ചാണ്? അകക്കാമ്പുകൾ നിർമ്മിതമായിട്ടുള്ളത് ഏതെല്ലാം ധാതുക്കൾ? അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചു ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്തം എന്ന് വെച്ചാൽ അത് നമ്മൾ എന്താ പറയാ? സിലിക്കൺ സംയുക്താണ്. ഓക്കെ, നെക്സ്റ്റ്, അകക്കാമ്പ് നിർമ്മിതമായിരിക്കുന്ന ഭൂമിയുടെ അകക്കാമ്പ്, ഉള്ളിലുള്ള അവസ്ഥ. അകക്കാമ്പ് നിർമ്മിതമായിരിക്കുന്ന എന്താണ്? ഏതെല്ലാം ധാതുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ്? നിക്കൽ, ഇരുമ്പ്, നിഫെ. അത് നമ്മൾ ചുരുക്കെഴുത്തായിട്ട് നിഫെ എന്ന് പറയും, പക്ഷെ അത് നിക്കൽ ഇരുമ്പാണ്. നിക്കൽ ഇരുമ്പാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എന്ന് പറയുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൻകര ഭൂവത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയെന്ന് വെച്ചാൽ സിലിക്ക, അലൂമിനിയാണ്. സിലിക്ക, അലൂമിനിയ. ഇനി ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം, ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്തം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സിലിക്കൺ സംയുക്തമാണ്. ഇനി അതേപോലെ തന്നെ അകക്കാമ്പ് അല്ലെ, അതിൽ നിർമ്മിച്ചിട്ടുള്ള സംയുക്തം ഏതൊക്കെയാണ്? അല്ലെങ്കിൽ അകക്കാമ്പിൽ ഏതെല്ലാം ധാതുക്കളാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നിക്കൽ, ഇരുമ്പ്, നിഫെ എന്ന് അറിയപ്പെടുക. നിക്കൽ, ഇരുമ്പ്. നെക്സ്റ്റ്, ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും ഉപരിഭാഗത്തെയും ചേർന്ന് ഡേഷ് എന്ന് വിളിക്കുന്നു. എന്താണ്? ഭൂവൽക്കത്തിന്റെയും ഉള്ളിത്തെ മാൻഡിലിന്റെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെ ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. അതെന്താണ്? ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്നതാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് അസ്തനോസ്ഫിയർ? എന്താണ് അസ്തനോസ്ഫിയർ? ശ്രദ്ധിക്കുക, അസ്തനോസ്ഫിയർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്താ അസ്തനോസ്ഫിയർ എന്ന് വെച്ചാല്? ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. എന്താണ് അസ്തനോസ്ഫിയർ? എന്താണ്? പർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ്സുകളാണ് അസ്തനോസ്ഫിയർ. ഇനി ശിലകളെ നോക്കാം. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട് ആണ്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്താണ്? ഗ്രാനൈറ്റ്, അതുപോലെ ബസാൾട്ട് ആണ്. പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ആഗ്നേയ ശിലകളാണ് നമ്മള് പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, അവസാദ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. അവസാദ ശിലകൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. അവസാദ ശിലകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ലാണ്. ഓക്കെ, മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലാണ്. ഇനി അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ഇവിടെ എന്തൊക്കെ നമ്മളിപ്പോ പറഞ്ഞു? ഇവിടെ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഇവിടെ
സ്ഫിങ്സ് എന്താന്ന് പറഞ്ഞു. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഫിങ്സ് എന്ന് പറയുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ഫറവോ എന്നാണ്. ഫറവോ എന്നാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ സിഗുറാത്ത് എന്താന്ന് പറഞ്ഞു. സിഗുറാത്ത് നമ്മൾ പറഞ്ഞു പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാ കേന്ദ്രങ്ങളെയാണ് നമ്മൾ സിഗുറാത്ത് എന്ന് പറയുന്നത്. ഇനി പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങള് ഏതാണ്? സിഗുറാത്തുകളാണ്. ഇനി പേനങ്ക് സ്വർണ്ണഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ്. പട്ടണമായ വെസ്റ്റേണോറോസിയുടെ അടുത്തേക്കാണ്. ഇനി അടുത്തിട്ടാ. ഇനി ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എന്ന് പറയുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കള് ഏതൊക്കെയാണ്? സിലിക്ക അലുമിന. ഓക്കെ. ഇനി ഉപരിമാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്തം എന്ന് പറഞ്ഞാൽ സിലിക്കൺ സംയുക്തമാണ്. ഇനി അകക്കാമ്പ് നിർമ്മിതമായിരിക്കുന്ന ധാതുക്കളാണ് ഏത്? നിക്കലും ഇരുമ്പും. നിഫെ എന്നറിയും. ഇനി ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ഉപരിഭാഗത്തെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർന്നിട്ട് എന്താ വിളിക്കുന്നത്? ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ, ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ഓക്കെ, ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് എന്താണ് അസ്തനോസ്ഫിയർ എന്നാണ് ചോദിച്ചത് നമ്മളോട്. അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞത്? ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ കാണപ്പെടുന്ന ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ ഉരുകിയിട്ട് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. ഈ അഗ്നിപർവ്വതങ്ങളിലൊക്കെ കാണില്ലേ നമ്മള്? അതിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവമാണ് സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. നെക്സ്റ്റ് നമ്മള് ശിലകളെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്ന് പറഞ്ഞു. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകള് നമ്മൾ പറഞ്ഞു ആഗ്നേയ ശിലകളാണെന്ന് പറഞ്ഞു. അവസാദ ശിലകൾക്ക് ഉദാഹരണം എന്താന്ന് ചോദിച്ചപ്പോ നമ്മള് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് പറഞ്ഞു. നെക്സ്റ്റ് അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് അടുക്ക് ശിലകൾ എന്നാണ്. എന്താണ്? അടുക്ക് ശിലകൾ എന്നാണ് നമ്മള് അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? അടുക്ക് ശിലകൾ. എന്താണ്? അടുക്ക് ശിലകൾ. ഓക്കെ. നെക്സ്റ്റ് കായാന്തരിത ശില. ഇപ്പൊ നമ്മള് കുറച്ച് ഉദാഹരണങ്ങളാണ് നോക്കിയത്. അതിൽ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഗ്രാനൈറ്റ്, ബസാൾട്ട് ഒക്കെ പറഞ്ഞു അല്ലെ. ഇനി പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആഗ്നേയ ശിലകളാണ് പറഞ്ഞു. പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണം ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്താണ്? ഗ്രാനൈറ്റും ബസാൾട്ടും ആണ്. ഓക്കെ. നെക്സ്റ്റ് അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോ നമുക്ക് പറയാം മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. ഇനി ഈ അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടുക്ക് ശിലകൾ. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് റോക്സ്, അടുക്കടുക്കായിട്ട് കാണപ്പെടുന്ന ശിലകൾ. നെക്സ്റ്റ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം എന്തൊക്കെയാ ചോദിച്ചു? കായാന്തരിത മാർബിൾ, സ്ലേറ്റ് അല്ലെ. നിങ്ങള് മാർബിളും സ്ലേറ്റും ഒക്കെ മിക്കവാറും ശ്രദ്ധിച്ചില്ല. ഒരു കായാന്തരിത എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു മാച്ച് ഒക്കെ കൊടുത്ത് പഠിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണമാണ് ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. അതിന് ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടാണ്. ഇനി അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. അവസാദ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലാണ്. ഓക്കെ. ഇനി കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? മാർബിളും സ്ലേറ്റും ആണ്. ഇനി കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ഇത്രയാണ് ഈ സ്ലൈഡിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി ഈ സ്ലൈഡിൽ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ്? അടുക്ക് ശില. കായാന്തര ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് മാർബിൾ ആൻഡ് സ്ലേറ്റ് ആണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ശിലകളാണ്. കേരളത്തിൽ ഏതാണ് കൂടുതലായി കാണപ്പെടുന്നതാണ് ചോദിക്കുന്നത്. അത് കായാന്തരിത ശിലകളാണ് കേട്ടോ. എന്താണ്? കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വീടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് മാർബിളും സ്ലേറ്റും ആണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ, കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? കായാന്തരിതം. കേരളം കായാന്തരിതം. അങ്ങനെ ആലോചിച്ച് വെക്കാം. എന്തെങ്കിലും ഒരു ചെറിയ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് പഠിക്കുക. കണക്ഷനും കാര്യങ്ങളും കൊടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവസാദ ശില, കായാന്തരിത ശില, അതേപോലെ തന്നെ
അടുപ്പിക്കില്ല. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും നമുക്ക്. അപ്പൊ അത് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കത് എളുപ്പത്തില് കാണാൻ പറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് നമ്മൾ പറഞ്ഞത്? കായാന്തരിത ശിലകളാണ്. ഇനി ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നുള്ള അപക്ഷയം. അപക്ഷയം എന്ന് വെച്ചാൽ ശിലകൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പൊടിയുകയോ അല്ലെങ്കിൽ വിഘടിക്കുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. ഇനി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. പെഡോളജി കേട്ടിട്ടുണ്ട്. നമുക്ക് കുറേ ഓളജീസ് പഠിക്കാനുണ്ട്. LDCക്ക് കുറേ ഉണ്ട്. ഒരുപാട് ഓളജീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതില് മണ്ണിനെ കുറിച്ച് പറയുന്നതാണ് പെഡോളജി. എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ മണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയാണ് നമ്മൾ പെഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു പെഡോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. പലതരം മണ്ണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എക്കൽ മണ്ണ്, അങ്ങനെ കുറേ മണ്ണുകൾ നമുക്കില്ലേ? കറുത്ത മണ്ണ്, അതുപോലെ ചെളിമണ്ണ്, അങ്ങനെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എക്കൽ മണ്ണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മണ്ണിന്റെ പലതരം പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി എന്ന് പറയുന്നത്. എന്താണ് പെഡോളജി എന്ന് പറയുന്നത്? ഈ പെഡോളജിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് പെഡോളജിസ്റ്റ്. അത് ശരിയല്ലേ? പെഡോളജിയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞനാണ് പെഡോളജിസ്റ്റ്. നെക്സ്റ്റ്, ലോകമണ്ണ്. നമ്മുടെ മണ്ണിനെ കുറിച്ച് പഠിക്കാൻ തന്നെ ശാസ്ത്രശാഖയും കാര്യങ്ങളുണ്ട്. അത് പഠിക്കുന്നവരെ പെഡോളജിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് December 5 ആണ്. എന്താണ്? ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് December 5 ലോക മണ്ണ് ദിനം. ഓക്കെ, അത് മറക്കാതെ ആലോചിക്കുക. ഡേറ്റ്സ് ഒക്കെ നമ്മൾ LDCയിൽ കുറേ പഠിക്കാനുള്ളതാണ്. പലതരത്തിലുള്ള ഡേറ്റ്സ്, ആ ഡേറ്റ്സിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇയേഴ്സ്, അല്ലെങ്കിൽ മന്ത്സ്, അങ്ങനെ കുറേ പഠിക്കാനുണ്ട്. അതില് December 5 ഓരോ മന്തിൽ നമുക്ക് ഓരോ ദിവസങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കി വെക്കണം. ഇനി അതിന്റെയൊക്കെ ആ ഒരു ആചരിക്കുന്ന ടൈമിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങള് അല്ലെങ്കിൽ ലോഗോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് December 5 നമ്മൾ ലോക മണ്ണ് ദിനമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, December 5. ഇനി എന്താ നമ്മൾ ഇതിൽ പറയുന്നത്? ഇനി നമ്മൾ കുറച്ച് ഇന്ത്യയുടെ നിയമനിർമ്മാണം കാര്യങ്ങളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. SCERT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. SCERT നിന്ന് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ദേശ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? പാർലമെന്റ് ആണെന്ന് അറിയാതെ അല്ലെ? എല്ലാവർക്കും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? പാർലമെന്റ് ആണെന്ന് അറിയാത്തവരുണ്ടോ? പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ ഒക്കെ എന്താണെന്നറിയോ? അതൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ. ഒരു PSC പഠിക്കുന്ന ഒരു കുട്ടികളാകുമ്പോൾ, സ്റ്റുഡൻസ് ആകുമ്പോൾ ഒട്ടുമിക്ക ഭരണകാര്യങ്ങളും അതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഓഫീസേഴ്സ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് പാർലമെന്റ് ആണ്. ഓക്കെ, പാർലമെന്റ് ആണ്. നിയമനിർമ്മാണ വിഭാഗം എന്നറിയപ്പെടുന്നത് പാർലമെന്റ്. നെക്സ്റ്റ്, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും ആരാണ്? സംയുക്ത സമ്മേളനം പാർലമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പാർലമെന്റിന്റെ പ്രത്യേകത ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞു മക്കളെ? സംയുക്ത എന്താ പറഞ്ഞത് ഇപ്പോ? ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഡേഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. പാർലമെന്റ് ആണെന്ന് പറഞ്ഞു. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും ഒക്കെ ആരാണ്? രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. സംയുക്ത സമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും എല്ലാതും ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അവിടെ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതും ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. ഈ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമ്മുടെ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമ്മുടെ സ്പീക്കറാണ്. നെക്സ്റ്റ് പറയുന്നത് നിയമത്തിൽ ഇവിടെ എന്തൊക്കെയാ നമ്മള് ഭരണപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഡാഷ് എന്ന് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. പക്ഷെ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. രണ്ടും മാറിപ്പോവരുത്. സ്പീക്കറും രാഷ്ട്രപതി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോവും. കാരണം എന്ന് വെച്ചാല്
രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ആ ഒരു കാര്യം എന്താണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ളത് നമ്മൾ പോകും. അപ്പൊ എന്താണ് സമ്മേളനം വിളിച്ചു ചേർക്കുക അല്ലെ, സംയുക്ത ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുക, അതുപോലെ അതിനെ അഭിസംബോധന ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ് അല്ലെ. ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അതിനെ വെൽക്കം ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ എന്താണ് നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇനി ഈ സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമ്മുടെ സ്പീക്കറാണ്. അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമ്മുടെ സ്പീക്കറാണ്. നെക്സ്റ്റ്, നിയമത്തിന്റെ കരട് രൂപമാണ് ബിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിയമത്തിന്റെ കരട് രൂപമാണ് ബിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് വേളയോടാണ്. എന്തേ വേള എന്ന് പറയുന്നത്? എന്താ വേള? ചോദ്യോത്തര വേളയാണ്. ചോദ്യോത്തര വേള അല്ലെ. ഒരു ദിവസത്തെ നടപടിക്രമം ചോദ്യോത്തര വേള എന്ന് പറഞ്ഞാൽ 11 മണിക്കാണ് സമ്മേളനങ്ങളൊക്കെ സാധാരണ ആരംഭിക്കുക. 11 മണിക്കാണ്. ഓക്കെ, സമ്മേളനങ്ങളൊക്കെ ആരംഭിക്കുക 11 മണിക്കാണ്. പക്ഷെ അതായത് ചോദ്യോത്തര വേള എന്ന് വെച്ചാല് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ചോദ്യോത്തര വേള. ഈ ചോദ്യോത്തര വേള എന്ന് പറഞ്ഞാൽ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, 12 മണിക്ക് അത് അവസാനിക്കും. ആ ചോദ്യോത്തര വേള എപ്പോഴും അവസാനിക്കും? 12 മണിക്ക് അവസാനിക്കും. അതുവരെ ചോദ്യോത്തര വേള അല്ലെ. എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ചോദ്യം ചോദിക്കുക, എന്തെങ്കിലും ഒരു കാര്യം രാജ്യത്ത് നടക്കുന്നതായിട്ട് എന്താകട്ടെ അതിനെക്കുറിച്ച് ചോദ്യം കേൾക്കുക, അതിന് മറ്റുള്ളൊരു ആൻസർ പറയാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ചോദ്യോത്തര വേള എന്നാണ് അതിന് പറയാ. അത് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 12 മണിക്കൂർ, 1 മണിക്കൂറാണ് അല്ലെ. 12 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം ഡേഷ് എന്ന് പറയുന്നു. അതായത് ചോദ്യോത്തര വേള കഴിഞ്ഞിട്ടാണ് മെയിൻ ആയിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുക. അതുവരെ ചോദ്യോത്തര വേളയാണ്. പരസ്പരം ചോദിക്കാനും മറുപടി നേടാനുമുള്ള അധികാരം അല്ലെങ്കിൽ ആ ഒരു പവറാണ്. പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ചോദ്യോത്തര വേള അല്ലെ, അതിൽ തന്നെ ഉണ്ട് ചോദ്യം ചോദിക്കും, അതിന്റെ ഉത്തരങ്ങൾ പറയാം, സൊല്യൂഷൻസ് പറയാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുമല്ല ഇതായിട്ടുള്ള ഇത്. അപ്പൊ ഈ ചോദ്യോത്തര വേള കഴിഞ്ഞിട്ട് ഓരോ മീറ്റിങ്ങിനും ഒരു അജണ്ട ഉണ്ടാവുമല്ലോ. ഒരു എന്താണ് അവരൊരു മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു ഇത് നടക്കുക, സമ്മേളനങ്ങളൊക്കെ നടക്കുക അല്ലെ, അല്ലെങ്കിൽ ഇത് നടക്കുക, സംയുക്ത സമ്മേളനങ്ങളൊക്കെ നടക്കുക. അപ്പൊ ആ ഒരു ചോദ്യോത്തര വേളയായിട്ടുള്ള 11 മണി ടു 12 മണി കഴിഞ്ഞിട്ട് 12 മണി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സമയം എടുക്കും. ഒരു ചെറിയ സമയം ജസ്റ്റ് ഒന്ന് ആലോചിക്കാനും ഒക്കെ കൂടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും ഇതിനൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു സമയത്തെ പറയുന്നത് നമ്മുടെ സംയുക്ത സമ്മേളനം നടക്കുന്ന ആ ഒരു സമയത്തെ പറയുന്നത് ശൂന്യവേള എന്നാണ്. അതൊരു പക്ഷെ 5 മിനിറ്റോ, കുറഞ്ഞത് 5 മിനിറ്റോ, കൂടുതൽ 15 മിനിറ്റോ ആകാം. ഓക്കെ, കുറഞ്ഞത് ഒരു 5 മിനിറ്റോ, കൂടിയത് ചിലപ്പോൾ ഒരു പക്ഷെ 15 മിനിറ്റോ ആകാം. അത് ഓരോ ഇതിനനുസരിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? സംയുക്ത സമ്മേളനം പറഞ്ഞു, നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു തീർക്കുന്നത് രാഷ്ട്രപതിയാണ്, അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാന്ന് പറഞ്ഞു. പക്ഷെ അതിൽ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ സ്പീക്കറാണെന്ന് പറഞ്ഞു. ഇനി നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് എന്ന് പറഞ്ഞത്. ബില്ല് പാസ്സായാൽ മാത്രമാണ് അത് എന്താവുള്ളൂ, ഒരു നിയമമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ടാണ് കരട് രൂപം എന്ന് കൊടുക്കാൻ കാരണം. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്? പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു ചോദ്യോത്തര വേളയാണ്, 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, 12 മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ചോദ്യോത്തര വേള 11 മണിക്ക് സമ്മേളനങ്ങൾ ആരംഭിക്കും, അത് കഴിഞ്ഞിട്ട് 12 മണി വരെ ഉണ്ടായിരിക്കും ആ ഒരു ചോദ്യോത്തര വേള. അത് കഴിഞ്ഞിട്ട് അതായത് അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള മെയിൻ പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ സമയം ഇവർ എടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ സമയത്തെ പറയുന്ന പേരാണ് ശൂന്യവേള. എന്താണ് ശൂന്യവേള? ആ ഒരു സമയം, ആ ഒരു ചോദ്യോത്തര വേളൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് സമ്മേളനം എന്തിനാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിന്റെ അജണ്ടയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുന്നുള്ള ആ ഒരു കുറച്ച് സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശൂന്യവേള എന്ന് പറയുന്നത്. അത് കുറഞ്ഞൊരു 5 മിനിറ്റ് ഉണ്ടായിരിക്കും, കൂടിയത് ഒരു 15 മിനിറ്റോളം അതിന്റെ ദൈർഘ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്
ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ലോക്സഭ എന്താ? ലോക്സഭ നമ്മുടെ പാർലമെന്റിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണുള്ളത് നമുക്കറിയാം. നിയമനിർമ്മാണ സഭ ലോകസഭയില് ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്, അവിടെയാണ്. അതുപോലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയില് 2 മണ്ഡലങ്ങൾ, നിയമനിർമ്മാണത്തിന് 2 മണ്ഡലങ്ങളുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതില് ഒന്നാമത്തത് ബീഹാർ ആണ്, രണ്ടാമത്തത് ഉത്തർപ്രദേശ് ആണ്, മൂന്നാമത്തത് കർണാടക, 4 ആന്ധ്രാപ്രദേശ്, 5 ആറാമത്തെ ആയില്ലേ, ആറാമത്തെ തെലുങ്കാന, 7ാമത്തത് ജമ്മു കാശ്മീർ. എത്ര ഉണ്ട്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു കാശ്മീർ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കിയിട്ട് വേണം ഇതാക്കാന്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ഉത്തരങ്ങൾ ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ്, ലോക അദാലത്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ലോക അദാലത്ത്, അദാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ? ലോക അദാലത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ കോടതി എന്നാണ്. എന്താണ്? ജനങ്ങളുടെ കോടതി എന്നാണ് ലോക അദാലത്ത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് പാർലമെന്റിന്റെ നിയമസഭ പാർലമെന്റാന്ന് പറഞ്ഞു. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് അധ്യക്ഷ വഹിക്കുന്നത് സ്പീക്കറാന്ന് പറഞ്ഞു. വിളിച്ചു ചേർക്കുന്നതും അതുപോലെ അഭിസംബോധന ചെയ്യുന്നതും രാഷ്ട്രപതിയാന്ന് പറഞ്ഞു. ചോദ്യോത്തര വേള എന്താന്ന് പറഞ്ഞു. മാക്സിമം 1 മണിക്കൂറായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ശൂന്യവേള എന്താന്ന് പറഞ്ഞു. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയത്തെയാണ് നമ്മൾ ശൂന്യവേള എന്ന് പറയുന്നത്. അത് കുറഞ്ഞത് 5 കൂടിയത് 15 മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാന്ന് ചോദിച്ചത്? ഏത് സഭയിലാണ്? ലോക്സഭയിലാണ്. അതുപോലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, കർണാടക ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലങ്കാന ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ലോക അദാലത്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ലോക അദാലത്ത് എന്ന് വെച്ചാൽ എന്താണ്? അദാലത്ത് എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങളുടെ കോടതി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കോടതി എന്നാണ് ലോക അദാലത്ത് കൊണ്ട് അർത്ഥാക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം മാർബിൾ ഒക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നതും കായാന്തരിത ശിലകളാണെന്ന് പറഞ്ഞു. പിന്നെ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. അതിന് പഠിക്കുന്നവർ പെഡോളജിസ്റ്റ് എന്നറിയുന്നു. ലോക മണ്ണ് ദിനം നമ്മുടെ ഡിസംബർ 5-നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് പാർലമെന്റ് ആണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്നറിയപ്പെടുന്നത് പാർലമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ബില്ല് പാസ്സായാൽ മാത്രമേ അത് നിയമമായി മാറുകയുള്ളൂ. നെക്സ്റ്റ്, ചോദ്യോത്തര വേള എന്താന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ശൂന്യവേള എന്താന്ന് പറഞ്ഞു. പിന്നെ ധനബില്ല് അത് നമ്മൾ പറയല്ലേ, ഒരു ധനബില്ല് നമ്മൾ എവിടെയാണ് ആദ്യം അവതരിപ്പിക്കുക? ലോകസഭയിലാണ്. ബില്ല് ആദ്യം എവിടെയാണ്? ധനബില്ല് അവിടെ സാമ്പത്തികപരമായിട്ടുള്ള കൈകാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ, അതെവിടെയാണ്? ലോകസഭയിലാന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ നോക്കി. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ. ലോക അദാലത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജനങ്ങളുടെ കോടതി എന്നാണ് ലോക അദാലത്ത് കൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നത് കേട്ടോ. ലോക അദാലത്ത് എന്നു ചോദിച്ചാല് ജനങ്ങളുടെ കോടതി. ഓപ്ഷൻ നോക്കുക, ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം ആൻസർ കറുപ്പിക്കുക. ലോക അദാലത്ത് എന്ന് കേൾക്കുമ്പോ എന്താന്ന് വിചാരിച്ചിട്ട് വെറുതെ തെറ്റ് വരുത്തി വെക്കാൻ നിൽക്കരുത്. നോക്കിയിട്ട് ഏതെയാണെന്ന് ശരിക്കും വ്യക്തമായിട്ട് ചോദ്യം മനസ്സിലാക്കുക. ലോക അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ജനങ്ങളുടെ കോടതി. എന്താണ്? ജനങ്ങളുടെ കോടതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറിച്ചത്. അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. SCERT ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ ആദ്യ സ്ലൈഡിൽ നമ്മൾ നോക്കിയ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ശിലായുഗങ്ങൾ അല്ലെ, ലേക്ക് വില്ലേജസ് എന്താന്ന് പറഞ്ഞു, കാണപ്പെടുന്നത് എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള്. അതേപോലെ ചാതൽ ഹോ എന്ന് പറയുന്ന ചാതൽ ഹോ യൂക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു, തുർക്കിയിലാന്ന് പറഞ്ഞു. പിന്നെ കേരളത്തിലെ നവീന ശിലായുഗങ്ങള്
കേന്ദ്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എടക്കൽ ഗുഹയാണ്. വയനാട്ടിലെ എടക്കൽ ഗുഹേനെയാണെന്ന് പറഞ്ഞു. പിന്നെ അൾട്ടാമിറ എവിടെ വെച്ചു? സ്പെയിനിലാണെന്ന് പറഞ്ഞു നമ്മള്. അതുപോലെ ആർക്കിയോളജിക്കൽ ഇന്ത്യയുടെ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ 1921 ആരായിരുന്നു ചോദിച്ചപ്പോൾ ജോൺ മാർഷലാണ് പറഞ്ഞു. ഇനി സിന്ധു നദീ സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമായി ഹാരപ്പയെ കണക്കാക്കുന്നു. ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണ്. അതേപോലെ ഹാരപ്പയുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? പറയൂ, എന്തൊക്കെയായിരുന്നു ഹാരപ്പയുടെ പ്രത്യേകതകള്? നമ്മൾ നോക്കിയതല്ലേ. പ്രധാന ഭരണ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ധാന്യപ്പുരൊക്കെ കണ്ടെത്തിയത് ഈ ഹാരപ്പയിൽ നിന്നാണ്. മെലൂഹ എന്ന പേരിലും ഈ ഹാരപ്പ അറിയപ്പെടുന്നുണ്ട്. ധാന്യപ്പുര അല്ല കേട്ടോ, മെലൂഹ എന്നറിയപ്പെടുന്നത് ഹാരപ്പയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പിന്നെ സംസ്കാരത്തിന്റെ മറ്റൊരു പേര് നമ്മൾ വെങ്കലയുഗ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടു. നെക്സ്റ്റ്, പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ നമ്മൾ പറഞ്ഞു. ഹൈറോഗ്ലിഫിക്സ് ആണ് ഇത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് അത് അറിയപ്പെടുക എന്ന് പറഞ്ഞു. പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് എഴുതുക എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഷംപോലിയ ആണെന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് സ്ലൈഡിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞത് സ്ലൈഡില്? സിന്ധു നദീ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളും കാര്യങ്ങളും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് കുറച്ച് ജോഗ്രഫി പരമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ ഏതൊക്കെന്ന് ചോദിച്ചു. അത് സിലിക്ക, അലുമിനിയം ആണെന്ന് പറഞ്ഞു. നമ്മള് അകക്കാമ്പ് നിർമ്മിതമായിട്ടുള്ളത് നിക്കൽ, ഇരുമ്പ് ഇവ ഉപയോഗിച്ചിട്ടാണ്, നിഫയെ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഭൂവൽക്കത്തെയും മാന്റലിനെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു പറഞ്ഞാൽ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, ശിലാമണ്ഡലം വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞു. ശിലാമണ്ഡലം താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഗ്നേയശിലകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. ഉദാഹരണം നമ്മൾ പറഞ്ഞത് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആണ്. അതേപോലെ പ്രാഥമിക ശിലകൾ എന്താ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആഗ്നേയശിലകൾ എന്നാണ്. പ്രാഥമിക ശിലകളും ആഗ്നേയശിലകളും ഒന്ന് തന്നെയാണ്. അവസാദ ശിലകൾ നമ്മൾ അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നു. അതിന്റെ ഉദാഹരണങ്ങൾ ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലുകളാണ്. ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലുകളാണ്. നെക്സ്റ്റ് നമ്മള് ലോക മണ്ണ് ദിനത്തെ കുറിച്ച് പറഞ്ഞു. 5 ഡിസംബർ 5 എന്ന് പറഞ്ഞു. അതേപോലെ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ പെഡോളജി എന്ന് പറയുന്നത്. അതിനെ കുറിച്ചുള്ള ശാസ്ത്രജ്ഞന്മാരാണ് പെഡോളജിസ്റ്റ് എന്നറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാന്ന് പറഞ്ഞു. വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ശൂന്യവേള എന്താന്ന് പറഞ്ഞു അല്ലെ. ചോദ്യോത്തരത്തിന് ശേഷം മെയിൻ അജണ്ടയിലേക്ക് കടക്കുമ്പോൾ ഉള്ള ആ ഒരു കുറച്ച് സമയം അല്ലെ, പ്രവേശിക്കും മുമ്പുള്ള ചെറിയ സമയത്തെയാണ് നമ്മൾ ശൂന്യവേള എന്ന് പറയാ. അത് 5 മിനിറ്റോ 15 മിനിറ്റോ ആകാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? ചോദ്യോത്തര വേള എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ധനബിൽ ആദ്യം എവിടെയാണ് അവതരിപ്പിക്കുന്നത്? ലോക്സഭയിലാണെന്ന് പറഞ്ഞു. പിന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ലോക അദാലത്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് പറഞ്ഞു. ജനങ്ങളുടെ കോടതി എന്നാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതി വെക്കുക. ഞാൻ ഇതിൽ പറയാത്ത പോയിന്റ്സ് ഒക്കെ, സ്ലൈഡിൽ ഇല്ലാത്ത പോയിന്റ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അതൊക്കെ നോട്ട് ചെയ്യുക. ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഭാഗത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാമെന്ന് പറയാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ, സാധാ ഒരു കോമ്പറ്റീഷൻ അല്ല, സാധാ സ്കൂളിൽ എക്സാം ഒക്കെ നടത്തുന്ന പോലെ കോമ്പറ്റേറ്റീവ് എക്സാം അല്ല. ആ എക്സാം അല്ല ഇത്, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. എന്ന് വെച്ചാല് ജയിക്കുക എന്നുള്ളതല്ല, ആദ്യ റാങ്കിൽ എത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. അല്ലെ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല. സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ജയിക്കുക, 1ാം സ്ഥാനം വാങ്ങിക്കുക, അത്രയല്ലേ ഉള്ളൂ അല്ലെ. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു റാങ്ക് ലിസ്റ്റ് എത്തിപ്പെടുക, ജോലി കിട്ടാൻ സാധ്യതയുള്ള റാങ്കിൽ എത്തുക എന്നുള്ളതാണ്. റാങ്കിൽ ആർക്ക് വേണമെങ്കിലും എത്താം. റാങ്ക് ലിസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും എത്തിപ്പെടാനൊക്കെ പറ്റും. പക്ഷേ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ജോലി കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നുള്ളതാണ്. ജോലി കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റിൽ പെടുക എന്നുള്ളതാണ്. LDCയുടെ കുറച്ച് SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിട്ടുള്ളത്. SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നന്നായി നോക്കുക. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ തൽക്കാലം ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നന്നായി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് നോട്ട് ചെയ്ത്, ഓരോന്ന് നോട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നന്നായി ഇത് വായിക്കുക. സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട്
എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കാം. ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഏത് ടൈപ്പിലാണ്, ഏത് രീതിയിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടോപ്പിക് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതിന്റെ ഡിസ്കഷനും നമുക്ക് നോക്കാം. ഓക്കെ.